അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി കുസുമങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അസുലഭസുന്ദര മുഹൂർത്തത്തിൽ അതുല്യ പ്രവാചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉദിച്ചസ്തമിച്ച ഒരു സമ്പൂർണ്ണ വ്യക്തിത്വത്തിന്റെ അപദാനങ്ങൾ ലോകമെങ്ങും പ്രകീർത്തിക്കപ്പെടുകയും പ്രസംഗിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പുണ്യപ്രവാചകന്റെ ജീവിതത്തിലെ വൈവിധ്യമാറുന്ന വിവിധ രംഗങ്ങൾ ഏതൊരു മനുഷ്യ മനസ്സിനെയും ഇരുന്ന് ചിന്തിക്കുക തന്നെ ചെയ്യും. തരിശായി കിടക്കുന്ന മരുഭൂമിയിൽ പ്രാകൃതരും കഠിന ചിത്രമായ അറബികളെ അന്ധകാരത്തിൽ നിന്നകറ്റി അവരിലുണ്ടായിരുന്ന മൂഢത്വത്തെയും മുരുട്ട് സ്വഭാവത്തെയും ജാഹിലിയ സംസ്കാരത്തെയും മാറ്റി അഖിലലോക അധ്യാപകരാക്കി വിനയത്തിന്റെ അണയാത്ത വിളക്കുകളാക്കി സുന്ദര സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരുമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ? അതുകൊണ്ടല്ലേ ഡോക്ടർ ബർണാഡ് ഷാ പറഞ്ഞത്, I like Muhammad's abilities. Muhammad was not only a prophet but also socialist and scientist. ഞാൻ മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളിലും പറക്കുന്ന പക്ഷികളിലും ഇഴയുന്ന ജന്തുക്കളിലും നീന്തുന്ന മത്സ്യങ്ങളിലും വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങളായി കലയിച്ചിരുന്ന ലോകജനതയെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റി കറുത്തവനേക്കാൾ വെളുത്തവനോ അനറബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് ശിസ്താവിലേക്ക് അടുക്കുന്നവന് പദവി നൽകി ബഹുമാനിച്ച കാരുണ്യത്തിന്റെ സഹായസ്ഥവുമായി വിമോചനത്തിന്റെ പാത തെളിയിച്ചു കൊടുത്ത ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നാൽ ആൾ സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും സൈന്യവും കിരീടവും സ്വർണവും മുത്തും മാണിക്കവും പവിഴവും വെള്ളിയും മരതകവും എല്ലാം തന്റെ കാലടിയിലിരിക്കവേ ചൂടാത്ത മണ്ണ് കൊണ്ട് പടുത്തുയർത്തിയ മഞ്ചുമറിന്റെ വീട്ടിൽ ഈന്തപ്പനയോല കൊണ്ടുള്ള കൂരക്ക് കീഴിൽ സ്വന്തം കൈകൊണ്ട് വീട്ടുപണികൾ ചെയ്ത് ദിവസവും ചൂൽ കൊണ്ട് അടിച്ചു വൃത്തിയാക്കി കോറപ്പായി വിരിച്ച് എസിയില്ലാത്ത ഫാനില്ലാത്ത മരുഭൂമിയുടെ മണ്ടയിൽ അന്തിയുറങ്ങിയ രാജാക്കന്മാരുടെ രാജാവ് ചക്രവർത്തിമാരുടെ ചക്രവർത്തി ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റോമിലെ രാജാക്കന്മാരും കിസ്റിലെ കൈസർമാരും സമ്പന്നന്മാർ ഹംസാദൂലിക മഞ്ചത്തിൽ അരിയെണ്ണ ചിറക് പിടിപ്പിച്ച് മുല്ലപ്പൂ സുഗന്ധം പരത്തി അതിന്മേൽ കാൽ നീട്ടി സുഖിക്കുമ്പോൾ ആഡംബര വസ്തുക്കൾ രുചിച്ചുകൊണ്ട് മധോന്നതരായി നൃത്തം വെക്കുമ്പോൾ ദിവസങ്ങളോളം പട്ടിണി കിടന്നു വിശപ്പ് സഹിക്കാൻ വയ്യാതെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടി ഈന്തപ്പനയോല വരച്ച് മരുഭൂമിയുടെ മണ്ണിൽ അന്തിയുറങ്ങി അവസാനം എത്തിയുമായി കടന്നു വന്ന ഉമറിന് താക്കീത് നൽകിക്കൊണ്ടോ സമൂഹത്തിലെ അഗതി അനാഥകളുടെ അവസ്ഥയോർത്ത് പൊട്ടിക്കരഞ്ഞ ലാളിത്യത്തിന്റെ പര്യായമായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പാല് കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളെ ഇന്ന് ലോകത്തിലുള്ളൂ. എന്നാൽ കന്നുകാലികളെ തീറ്റിപ്പിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം കൈകൊണ്ട് തൂക്കിപ്പിടിച്ചു വീട്ടിൽ വന്ന് വീട്ടുകാരെയും അയൽവാസികളെയും സഹായിക്കുകയും സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുന്നുകയും വസ്ത്രം വെച്ച് പിടിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാതെ മറ്റൊരാളുമില്ലെന്നോ നമുക്ക് മറ്റൊരാളുമില്ലെന്നോ നമുക്കിവിടെ പ്രതികരിക്കാം. ആദമിന്റെ സ്വാസ്തികതയും നൂഹിന്റെ സ്ഥൈര്യവും സാലിഹിന്റെ വാഗ്ദൈവവും ഇസ്ഹാഖിന്റെ അർപ്പണബോധവും ഇബ്രാഹിമിന്റെ വിശ്വസ്തതയും ലൂത്തിന്റെ വിജ്ഞാനവും ശീസിന്റെ തത്വജ്ഞാനവും ദാവൂദിന്റെ സ്വരമാധുര്യവും ഈസയുടെ സംയമനവും മൂസയുടെ പ്രയത്നശീലവും യൂസഫിന്റെ സമരോത്സുകതയും സുലൈമാൻ നബിയുടെ രാജകീയ പ്രൗഢിയും എല്ലാം ഒത്തുചേർന്നൊരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി ശീതളക്കാറ്റിന്റെ ശൽക്കാലമേറ്റ് മദീന മുനവറയിൽ അന്തിയുറങ്ങുന്ന
ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ആ തങ്ങളോട് മഹബത്ത് വെക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊച്ചു ഭാഷണം ഇവിടെ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂനിയർ മാപ്പിളപ്പാട്ടിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥി സ്റ്റേജിലെത്തുക. ഓർഫനേജ് ഫസ്റ്റ് 2010 57ാമത് മത്സരഫലം അറിവായിരിക്കുന്നു. സീനിയർ ഭാഗത്തിന്റെ ഉപന്യാസം കന്നഡ C29 ഹബീബുള്ള മർഹാൻ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു.